നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി കേരളീയരുടെയും തിരികെ എത്തിയ പ്രവാസികളുടെയും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 വർഷത്തിലധികമായി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയുള്ള പ്രവാസി കേരളീയരുടെയും മുൻ പ്രവാസികളുടെയും മക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എമിറേറ്റ്സ് എയർലൈൻ വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇനി അതിവേഗം സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാം. യാത്രയുമായി ബന്ധപ്പെട്ട നടപടിക്രമത്തിൽ വേഗത്തിലാക്കാൻ പ്രത്യേക മുഖം തിരിച്ചറിയൽ സംവിധാനം എമിറേറ്റ്സ് അവതരിപ്പിച്ചു. 85 മില്യൺ ദിർഹം മുടക്കി ദുബായ് എയർപോർട്ടിലാണ് പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ദുബായ് എയർപോർട്ടിലെ ടെർമിനൽ 3-ലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. യാത്രക്കാരന് പാസ്പോർട്ടോ മൊബൈൽ ഫോണോ പുറത്തെടുക്കാതെ തന്നെ ചെക്ക് ഇൻ പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനത്തിന്റെ പ്രവർത്തനം. കുവൈത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി അധികൃതർ. വിമാനത്താവളം, അതിർത്തി ചെക്ക് പോസ്റ്റുകൾ, തുറമുഖം എന്നിവിടങ്ങളിൽ നിന്ന് ഇനി മുതൽ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് എടുക്കാനാകില്ല. ഈ സൗകര്യം നിർത്തലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫുഡ് ട്രക്കുകൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സൗദി അറേബ്യ. റെസിഡൻഷ്യൽ ഏരിയയോട് ചേർന്നോ തിരക്കേറിയ റോഡിന്റെ സൈഡിലും ഇനി മുതൽ ഫുഡ് ട്രക്കുകൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഇത് സംബന്ധിച്ചുള്ള പുതിയ നിർദ്ദേശം പുറത്തിറക്കിയതായി മുനിസിപ്പാലിറ്റീസ് ഹൌസിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ട്രാഫിക് തടസ്സങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായുമാണ് ഈ നടപടി. ഫുഡ് ട്രക്കുകൾ ട്രാഫിക് ലൈറ്റിന്റെ സമീപത്ത് ഇനി മുതൽ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.